അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയായ വെറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡിഎംഒ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ടി.വി. ഇബ്രാഹിം എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് പരിശോധനയെന്നും ഇതുമൂലം രോഗം സ്ഥിരീകരിക്കാനും ചികിത്സ ആരംഭിക്കാനും കാലതാമസം വരുന്നുണ്ടെന്നുമുള്ള ആശങ്കയാണ് എംഎൽഎ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. വൈറ്റ് മൌണ്ടിംഗ് ടെസ്റ്റ് മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാണ്. ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കാൻ കഴിയും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമാണ്. ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പത്രദൃശ്യ മാധ്യമങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡിഎംഒ വിശദീകരിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുത്തതിന്റെ ഭാഗമായി 3 വീടുകളിലേക്കുള്ള വഴി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെന്നും ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും പി സുനീർ എം.പി ആവശ്യപ്പെട്ടു. വഴി നഷ്ടപ്പെടുന്ന വീടുകൾ ഉൾപ്പെടുന്ന സ്ഥലം വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുക്കാനുള്ള ഭൂമിയുടെ പരിധിയിലാണെന്നും ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുമെന്നും ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അറിയിച്ചു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് പി ഉബൈദുള്ള എംഎൽഎ ആവശ്യപ്പെട്ടു. മച്ചിങ്ങൽ ബൈപ്പാസിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് രൂപപ്പെട്ട കുഴി അടയ്ക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ഇത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ടെന്നും പി ഉബൈദുള്ള എംഎൽഎ പറഞ്ഞു. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന ജനകീയ ഹോട്ടലുകൾക്ക് നൽകാനുള്ള സബ്സിഡി തുക മുഴുവനായും കൊടുത്തു തീർത്തിട്ടുണ്ടെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉബൈദുള്ള എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ കൊണ്ടോട്ടി മണ്ഡലത്തിലെ വാഴയൂർ പഞ്ചായത്ത്, ചീക്കോട് പഞ്ചായത്തിലെ ഇരുപ്പൻതൊടി എന്നിവ എൻട്രി പോയിന്റിൽ ഉൾപ്പെടുത്തണമെന്ന് ടി.വി. ഇബ്രാഹിം എംഎൽഎ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പി സുനീർ എം.പി പ്രമേയത്തെ പിന്തുണച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഏക എൻട്രി പോയിന്റാണ് ഇരുപ്പൻതൊടിയെന്ന പ്രമേയം ചൂണ്ടിക്കാട്ടി. ഇത് യാതൊരു കാരണവശാലും എടുത്തുകളയുകയോ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ ചെയ്യരുതെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പൊന്നാനി കോൾ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്രമായ പദ്ധതി തയ്യാറാക്കണമെന്ന് എം.പി. അബ്ദുസമദ് സമദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുത്തൂർ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരിസ്ഥിതിക്കും ജലസംരക്ഷണത്തിനും കാർഷിക മേഖലയിലും വലിയ സംഭാവന നൽകുന്ന കോൾപ്പാടങ്ങളിലെ കർഷകർ ദുരിതത്തിലാണെന്ന് പ്രമേയത്തിലൂടെ എംപിയുടെ പ്രതിനിധി വിശദീകരിച്ചു. ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനിക്കര, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, എഡിഎം എൻ.എം. മെഹറലി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ.ഡി. ജോസഫ് തുടങ്ങിയവർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.